ആർ.പി. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ രാജ്യം നടുങ്ങിയിട്ട് ഏതാണ്ട് 20 മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഈ ഒരു ക്രാഷ് സൈറ്റ് വിസിറ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഉന്നതതല യോഗം നടക്കുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ ഇതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ ചർച്ച ചെയ്തത് എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യത ഈ ഒരു ദുരന്തത്തിന് പിന്നിൽ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിലും പ്രധാനമായ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ദില്ലിയിലേക്ക് വന്ന അല്ലെങ്കിൽ പറന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ വിമാനം തിരിച്ച് ഫുക്കറ്റിൽ എമർജൻസി ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ ബോംബ് ഭീഷണി വ്യാജമാണെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇത് അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പലരും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന പല ആൾക്കാരും എഴുതുന്നുണ്ട് അട്ടിമറിയാണോ അല്ലയോ എന്ന് പറയേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത് എന്ന്. ഒരർത്ഥത്തിൽ ശരിയാണ്. നേരത്തെ സനോജ് പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ രാജ്യം മുഴുവൻ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ എയർലൈനിൻ്റെ 787 അല്ലേ, അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള അപകടമാണ്. ടെക്നിക്കൽ സ്നാക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു അപകടം ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊക്കെ ശരിയാണെങ്കിലും നമ്മുടെ രാജ്യത്ത് മുഴുവനായിട്ട് നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, ഒരു മുഴുവൻ ചിത്രം എടുത്തു കഴിയുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ ഒരുമിച്ചെടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഒരു സംശയമാണ്, അത് തീർച്ചയായിട്ടും സർക്കാർ അന്വേഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് അട്ടിമറി സാധ്യതയില്ല എന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒരുപക്ഷെ പാനിക് ആവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ അവസരത്തെ അത് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ സാധ്യതയെക്കുറിച്ച് നമ്മളില്ല എന്ന് പൂർണ്ണമായിട്ട് എങ്ങനെ പറയാൻ സാധിക്കും? 3 കപ്പലുകൾക്കാണ് കേരള തീരത്ത് ഈ അടുത്ത സമയത്ത് തീ പിടിച്ചത്. ഇന്നലെ ഒരുപക്ഷെ ഈ ദുരന്തത്തിൻ്റെ ഒരു പ്രഭാവത്തിൽ മുങ്ങിപ്പോയതാണ് 3ാമത്തെ ദുരന്തം. കേരള തീരത്ത് 3 കപ്പലുകൾക്ക് തീ പിടിക്കുന്നു. റെയിൽവേ പല സ്ഥലങ്ങളിലും റെയിൽ പാളങ്ങളിൽ റെയിൽവേ ദുരന്തമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതിനോടൊപ്പം പല വിമാനങ്ങൾക്ക് ഭീഷണി വരുന്നു. മറ്റേ പന്നുന്നെ പോലുള്ള ഖാലിസ്ഥാനി തീവ്രവാദികൾ കൃത്യമായിട്ട് എയർ ഇന്ത്യ വിമാനം അപകടത്തിലാവും, ഞങ്ങൾ കാനഡയിൽ നിന്ന് പോകുന്ന ആൾക്കാർ സൂക്ഷിച്ചോളുക, എയർ ഇന്ത്യ വിമാനം ഞങ്ങൾ അപകടത്തിൽപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. ഖാലിസ്ഥാനികൾ ഒരു എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുത്തിയതിൻ്റെ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്, കനിഷ്ക ദുരന്തം. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഭാരതത്തിൻ്റെ ഇന്നത്തെ കുതിപ്പ്, ഭാരതത്തിൻ്റെ ഒരു ശക്തി ഇന്ന് വർദ്ധിക്കുന്നത് ആർക്കൊക്കെയോ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പല തെളിവുകളും അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാവൽ എയർ ട്രാവൽ തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ ട്രാവൽ മോഡ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ ഏറ്റവും ശുഷ്കാന്തിയോടുകൂടി അന്വേഷിക്കാനുള്ള കൃത്യമായ സംവിധാനമുള്ളതും എയർലൈൻ ദുരന്തങ്ങൾക്കാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു കൃത്യമായ അന്വേഷണം ഉണ്ടാവും. ആ അന്വേഷണത്തിൽ ഓരോന്നായിട്ട് ഓരോ സാധ്യതകൾ തള്ളിക്കളയാനാണ് സാധ്യത. ഈ സാധ്യതകളെല്ലാം തള്ളിക്കളഞ്ഞാൽ മാത്രമേ ഇതൊരു സ്വാഭാവികമായ ഒരു അപകടമാണ് എന്ന് പറയാൻ പറ്റൂ. ഇപ്പം ഈ ഒരു 40-50 സെക്കൻഡ് അതിനിടയിൽ എന്താ അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അവിടുത്തെ റൺവേയുടെ ആകെ നീളം എന്ന് പറയുന്നത് 3500 മീറ്ററാണ്. അതെ. ഈ 3500 മീറ്ററിൽ 2500 കഴിയുമ്പോൾ പല വിമാനങ്ങളും ടേക്ക് ഓഫ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് റൺവേയുടെ മുഴുവൻ സ്ഥലവും വിനിയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത്. അത് വിനിയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് വിനിയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. ആ സമയത്ത് ATCയോടെ വേണമെങ്കിൽ വിളിച്ചു പറയാമായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ വിമാനം പൊങ്ങുന്ന സമയത്ത് ഇടതുവശത്ത് ഇങ്ങനെ പൊടിപടലം ഉയരുകയും പുക ഉയരുകയും ഒക്കെ പോലെ നമ്മൾ കാണുന്നുണ്ട്. അതിനെന്തൊക്കെയോ ടെക്നിക്കലായിട്ട് പറയുന്നുണ്ട്, എൻജിൻ ഫെയിലിയർ ആവും. അത് മാത്രമല്ല, ഇന്നലെ വന്ന ദൃശ്യങ്ങളിൽ ലാൻഡിംഗ് ഗിയറും തിരിച്ചു വരുന്നത്. അപ്പോൾ അതും ചില ആൾക്കാരൊക്കെ പറഞ്ഞു പൈലറ്റിന് ലിവർ മാറിപ്പോയത്. അതൊക്കെ ശുദ്ധ ഭോഷ്ക. കാരണം ഈ പൈലറ്റുമാർ അത്രയും വിവരം, അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇവർ ഈ പറയുന്ന ലിവേഴ്സ് തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന തൊട്ടടുത്തിരിക്കുന്ന ലിവറൊന്നുമല്ല. ഇതൊക്കെ സാങ്കേതിക വിഷയങ്ങളാണ്. പക്ഷേ അത് കൂടാതെ മറ്റ് ചില കാര്യങ്ങളും കൂടി ഇതിനകത്ത് ആൾക്കാർ പലരും പല സംശയങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ സർവീസിങ്ങിൻ്റെ കാര്യത്തിൽ
ഇതിൻ്റെ ടെക്നിക്കൽ സ്നാക്സ് പരിഹരിക്കാതാണോ ഇത് പോയത്? അങ്ങനെയാണെങ്കിൽ അഹമ്മദാബാദിലേക്ക് ഇത് വന്നത് ദില്ലിയിൽ നിന്നാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. AC ഇല്ലായിരുന്നു, എന്തോ ഒരാൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു AC ഇല്ല, എൻ്റർടൈൻമെൻറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ AC ഇല്ലാത്തത് എൻ്റർടൈൻമെൻറ്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഫ്ലൈറ്റിന് ടെക്നിക്കൽ സ്നാഗ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ പക്ഷേ ദില്ലി ഒരു വലിയ ദൂരം പോകേണ്ട, UK പോകേണ്ട ഒരു ഫ്ലൈറ്റ് എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് വേറൊരു കാര്യം. പക്ഷേ ഇതൊന്നും ഈ ഒരു അപകടത്തിൽ ഒരു കാരണമാവും. അല്ല, അവിടെയാണ് RP ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം ഈ ഇത്രയും ദീർഘദൂരം പോകേണ്ട, ഏതാണ്ട് 10 മണിക്കൂറിനപ്പുറം പറക്കേണ്ട ഒരു ഫ്ലൈറ്റ് അതിൻ്റെ ടേക്ക് ഓഫ് പോയിന്റിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ സാങ്കേതികപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം ഉടനെ അവിടെ ഇപ്പോൾ കുറേ ദൂരം മുന്നോട്ട് പോയതിനു ശേഷമാണ് അന്വേഷിച്ചില്ല എന്നുള്ളവരാ. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഇത് ബേർഡ് ഹിറ്റ് ആവാം, അല്ലെ ഡെബ്രി ഹിറ്റ് ആവാം, ആകാശ മാലിന്യങ്ങൾ ചിലപ്പം കയറി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ച ചരിത്രമുണ്ട്. ബേർഡ് ഹിറ്റ് ആവാം. ബേർഡ് ഹിറ്റ് ആണെങ്കിലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു എഞ്ചിൻ കേടായാലും സേഫ് ലാൻഡിങ്ങിന് മറ്റൊരു എഞ്ചിനുണ്ട്. എല്ലാവിധ അത്യന്താധുനിക സാങ്കേതിക വിദ്യകളുള്ള വിമാനമാണ്, പഴയതുമല്ല. അതാണ് അതിനകത്തെ രസം. അതായത് വെറും 10 വർഷത്തെ മാത്രം പഴക്കമുള്ള വിമാനമാണ്. അല്ല, ഇത്രയൊക്കെ പറയുമ്പോഴും നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ പൈലറ്റന്മാരുടെ പരിചയക്കുറവോ ഒന്നുമല്ല. അപ്പോൾ ഇവർക്കിത് ഇവരുടെ കൺട്രോൾ വിട്ടുപോയി എന്നുള്ളതാണ്. എങ്ങനെ ഈ കൺട്രോൾ വിട്ടു എന്നുള്ളതാണ്. അതിപ്പോൾ അത് കാണുമ്പോൾ അറിയാതെ ഇതൊരു 600 മീറ്റർ മുകളിലേക്ക് പോകുന്നു. ചിലരൊക്കെ 400 ചില്ലുവാനം മീറ്റർ മാത്രമാണ് പറയുന്നത്. അതിൻ്റെ ഇപ്പോൾ 635 മീറ്റർ 635 485 എന്നും ഒക്കെ പറഞ്ഞു കണ്ടു. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് നമ്മുടെ ആ സർവൈവറുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു മനുഷ്യൻ, അയാൾ പറയുന്നത് ഒരു മിനിറ്റ്, ഒരു 50 സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡെങ്കിലും ഈ വിമാനം ഒന്ന് നിന്നു എന്നാണ് പറയുന്നത്, ഒന്ന് സ്റ്റില്ലായിട്ട്. ഒരുപക്ഷെ അയാളുടെ ട്രോമയുടെ ഒരു 40 സെക്കൻഡ് ഒന്നും കാണില്ല, ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ മുകളിലേക്ക് പോയ വിമാനം ഒന്ന് നിന്നിട്ട് നേരെ കല്ല് താഴോട്ട് ഇട്ടാൽ വീഴുന്ന പോലെ വീഴുന്നത്. പക്ഷേ ഈ പൈലറ്റ് അപ്പോഴും ചിലപ്പോൾ സേഫ് ലാൻഡിങ്ങിന് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നോസ് ഇങ്ങനെ മുകളിലേക്ക് ഇരുന്നിട്ട് കൊണ്ടുവന്ന് ഇറക്കാൻ ശ്രമിച്ചാവാം. അപ്പോൾ എന്തായാലും ഈ സർവൈവറുടെ ഒരു അക്കൗണ്ട് ഈ അന്വേഷണത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രക്ഷപ്പെടുത്താൻ പൈലറ്റ് ശ്രമിച്ചിട്ടുണ്ട്, പൈലറ്റിൻ്റെ കയ്യിൽ അല്ലാതായിപ്പോയി. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു വിശദീകരണത്തിനും ഒരു എന്താ പറയുക, ഒരു വിശദീകരണത്തിനും അപ്പുറമാണ് ഈ അപകടം ഇന്നത്തെ അവസ്ഥയിൽ. ഇനിയിപ്പോൾ ബ്ലാക്ക് ബോക്സ് കിട്ടണം, മറ്റ് സാങ്കേതിക ഉപകരണങ്ങൾ വേറെയും കിട്ടാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലേ ഇതിനൊരു തെളിവുള്ളൂ. പക്ഷെ നമ്മളിത് എന്തുകൊണ്ട് ചിലപ്പോൾ അട്ടിമറിയാകാമെന്ന് ചിന്തിക്കുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഭാരതത്തിനെതിരെയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. ടാറ്റയാണല്ലോ ഇപ്പോൾ, ഇത് ഭാരത സർക്കാരിൻ്റെ അല്ല, എയർ ഇന്ത്യ, ടാറ്റയാണ് മാനേജ്. ടാറ്റയ്ക്കെതിരെയുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് രാജ്യവ്യാപകമായി കണ്ടത്. സ്റ്റുഡിയോയ്ക്കെതിരെ, ടാറ്റയ്ക്കെതിരെ ക്യാമ്പയിൻ. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തല മരവിച്ചു പോകുന്ന രീതിയിലുള്ള ഹെയ്റ്റാണ് അതിനകത്ത്, വെറുപ്പാണ് അതിനകത്ത് അപകടത്തിന് ശേഷം. ഈ അപകടത്തിന് ശേഷം ആഹ്ലാദിക്കുന്നു. ആരൊക്കെയോ ഒന്നുമല്ല, ഭാരതത്തിനുള്ളിലെ പാകിസ്ഥാൻ തുരുത്തുകൾ തന്നെയാണ്, ഭാരതത്തിനുള്ളിലെ പാകിസ്ഥാൻ അനുകൂലികളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ രാജ്യത്തിൻ്റെ താല്പര്യം മുൻനിർത്തി, ഇപ്പോൾ ഇവനോട് പാകിസ്ഥാനിൽ പോകാനൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാ പൗരാവകാശങ്ങളും നിഷേധിക്കുക, വോട്ട് ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് വേണം ഇതിന് തിരിച്ചടിക്കാനെന്നാണ് എൻ്റെ. കൂട്ടിക്കെട്ടാൻ ഒരു മലയാളിയുണ്ട്, ഒരു തഹസിൽദാർ. തഹസിൽദാർ പറഞ്ഞത് വളരെ കൃത്യമല്ലേ. ഇപ്പം അത് കൂടാതെ വേറെ അയാളെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ഒരു ശ്രമം നടക്കും. അല്ല, അത് തുളസിത്തറയെ അപമാനിച്ചവനും, ഇവിടെ കഴിഞ്ഞ ദിവസം മാറാട് ഭജനമടം ആക്രമിച്ചവനൊക്കെ മാനസിക രോഗമാണ്. ഇത് വേറൊരു മാനസിക, പക്ഷേ ഇതിന് ആ ചികിത്സ സാധാ മാനസിക രോഗത്തിനുള്ള ചികിത്സയല്ല വേണ്ടതെന്നുള്ളതാണ്. വേറൊരു ഇപ്പം തഹസിൽദാരുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു റസീന എന്ന് പറഞ്ഞ ഒരു ആൾ എഴുതിയിരിക്കുന്നതാണ്, ഈ ചത്തത് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുന്ന ഓരോ പാലസ്തീനി കുഞ്ഞുങ്ങളെ കളിയാക്കിയ ഏതെങ്കിലും ഒരു സംഖ്യ ഇതിൽ കാണാതിരിക്കില്ല. അവനും വെള്ളം കിട്ടാതെ ആയിരിക്കും ചത്തത്.
ഇതാണ് ഒരാളുടെ. അത് ഇതിനകത്ത് പാലസ്തീനും ഒക്കെ കൊണ്ടുവരികയാണ്. അതായത് ഇപ്പോൾ സംഘികളാണ് ഇവിടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് ഇവിടെ പല ആൾക്കാരും പറയുന്നത്. ഇടത് ജിഹാദി പ്രൊഫൈലുകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്, ഇടത് ജിഹാദി പ്രൊഫൈലുകൾ എടുത്തു പറയണം, ഇവരെ ഒരേ സ്വരത്തിൽ പറയുന്നത് സംഘികളാണ് വെറുപ്പ്. പക്ഷേ ഊണിലും ഉറക്കത്തിലും നിപ്പിലും കിടപ്പിലും എല്ലാത്തിലും ആഹാരത്തിലും വസ്ത്രത്തിലും ഒക്കെ മരണത്തിൽ പോലും മതം കാണുന്നവർ ഇപ്പോൾ ഒരു ദുരന്തത്തിൽ പോലും ഇത്രയും വെറുപ്പാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളോ ഇവിടുത്തെ ഈ പറയുന്ന പുരോഗമനവാദികളോ കാണുകയെയില്ല, കാണുമെന്ന് പ്രതീക്ഷയുമില്ല. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയും ഇതോടെ അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരെണ്ണം കൂടെ ഞാൻ ഇതിനിടയിൽ കണ്ടായിരുന്നു. ഒരു സജീർ തിലന്നൂർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞാൻ ഈ പ്രൊഫൈൽ നോക്കി, ലോക്ക്ഡാണ്, ആളുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. ആ പ്രൊഫൈലിൽ വിജയ് രൂപാണിയുടെ മരണത്തിൻ്റെ മീഡിയ വണ്ണിൻ്റെ കാർഡ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, ദുരന്തത്തിനിടയ്ക്ക് ഒരു സന്തോഷ വാർത്തയോ. ഇതാണ് ചോദ്യം. ഇനിയും നമ്മുടെ തഹൽസിദാറുടെ ജാതിവെറിയൊക്കെ ഇങ്ങനെ പൊട്ടിയൊലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അയാൾ ജാതിവെറി മാത്രമല്ല, അത് കൂടാതെ അതിനു മുമ്പ് അയാൾ തന്നെ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അശ്ലീല പരാമർശം, അത് അയാൾ ജാതിവെറിയിൽ അയാൾ പറഞ്ഞ കാര്യമാണ്. അത് കമൻറ്റും സബ് കമൻറ്റുമായിട്ട് അയാൾ ഇട്ട കാര്യമാണ്. അത് കൂടാതെ അയാളുടെ വേറെ പോസ്റ്റും ഉണ്ട്. ആ പോസ്റ്റിൽ അയാൾ പറയുന്നത്, ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത്. ഇയാളാരാണ്? ഏവിയേഷൻ എക്സ്പെർട്ടാണോ? ഇയാളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ചിറക്കി. കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞ് UK പോയതാണ്. ഒന്നും തോന്നുന്നില്ല. എല്ലാവർക്കും ആദരാഞ്ജലികൾ. അപ്പോൾ ഇത്ര മനുഷ്യത്വരഹിതമായിട്ട് പോസ്റ്റ് ഇടാൻ മലയാളിക്കല്ലാതെ ഈ അവസരത്തിൽ വേറെ ആർക്കാണ് സാധിക്കുക? മറുവശത്ത് മതം എല്ലാത്തിലും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന മതഭ്രാന്തന്മാർ, അവന്മാർക്ക് മരിച്ചവരുടെ പേരും നാളും നോക്കിയിട്ട് സന്തോഷം പങ്കുവെക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ടും ഉണ്ട് നമ്മുടെ കയ്യിൽ. വളരെ വളരെ പരിതാപകരമാണ് കേരളത്തിൽ. ഇത് ഇവിടുത്തെ ഇടത് ജിഹാദി ഈക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുത്ത ഒരു മാനസികാവസ്ഥയാണ്. അട്ടിമറിയല്ലാത്തതും ഒക്കെ അന്വേഷിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. പക്ഷേ ഇത്തരം ജിഹാദികളെയും ഇത്തരം മാനസിക രോഗികളെയും, പ്രത്യേക മാനസിക രോഗമുള്ളവരെയും ചികിത്സിക്കാതെ ഈ രാജ്യം എങ്ങനെ മുമ്പോട്ട് പോകാനാണ്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയും വിവാദമായിട്ടുണ്ട്. തീർച്ചയായിട്ടും വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട ബൈറ്റ് എടുക്കാനാണ് മാധ്യമപ്രവർത്തകർ ചെന്നത്. ഇന്നത്തെ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. ഇന്നല്ല ഈ വിഷയം പറയേണ്ടത്. മലയാളിയായ ഒരാൾ മരിച്ച ഒരു ദുരന്തമാണ് എന്ന് മാത്രമല്ല, രാജ്യം മുഴുവൻ ഞെട്ടിയിട്ടുള്ള ഒരു ദുരന്തമാണ്. ഒരു തീവ്രവാദി ആക്രമണത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ഭൂമിശാസ്ത്രപരമായ എന്തെങ്കിലും ദുരന്തങ്ങളിലോ ഒന്നുമല്ല. ഒരു വിമാനാപകടത്തിൽ ഇത്രയും ആൾക്കാർ മരിച്ചു. രാജ്യം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്, ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് ഇസ്രായേലും പാലസ്തീനും ഇസ്രായേലും ഇറാനും തമ്മിലൊക്കെയുള്ള രാഷ്ട്രീയം, അത് ആരോ ചോദിച്ചതാണ് കൃത്യമായിട്ട്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം CPM നേതാവല്ല. ഇന്നത്തെ ദിവസം ഈ കാര്യമല്ല നമ്മൾ സംസാരിക്കേണ്ടത്. ദുരന്തത്തിൽ നിൽക്കുന്ന ആൾക്കാരോടൊപ്പം നമ്മൾ നിൽക്കണം. പാകിസ്ഥാന് എതിരെ പോലും ഇദ്ദേഹം ഇത്രയും ശക്തമായിട്ട് സംസാരിച്ചിട്ടില്ല. അതപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയമെന്നാണ്. നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് പഹൽഗാം അറ്റാക്കിൻ്റെ പിന്നിലുള്ള പാകിസ്ഥാന് എതിരെ പോലും ഇത്രയും ശക്തമായ ഭാഷയിൽ ഇറാൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ച അത്രയും ശക്തമായ ഭാഷ. ഒരു തെമ്മാടി രാജ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഒരു ധാരണയ്ക്കും വിരുദ്ധമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വിദേശകാര്യം, സൈന്യം പോലെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമായ കാര്യം ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പറയാമോ എന്ന് അല്ല, അത് അന്വേഷിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇത് വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു മലയാളികൾ പൊതുവെ ഇതാണല്ലോ നമ്മൾ മുകളിൽ കാണുന്നത്. അപ്പം നാച്ചുറലി താഴോട്ടുള്ളവരുടെ ഇത്തരം വെറുപ്പ് പ്രകടിപ്പിക്കലും ഇത്തരം കമൻസ് ഇടലും ഒക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് നേരെ തന്നെ തുറന്നു പിടിക്കുന്ന കണ്ണാടിയാണ് എന്ന് പറയേണ്ടി വരും. സംഖ്യകളെ ഇവിടെ അങ്ങനെ നിങ്ങൾ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു, അങ്ങനെ ചാപ്പ കുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ വെറുപ്പ് ഇവന്മാർ കാണുന്നില്ല.
അതാണ് ഇതിനകത്തെ പ്രശ്നം. ആർപ്പോൾ ഈ ദുരന്തത്തിൻ്റെ കാര്യത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അട്ടിമറി സാധ്യതകളെക്കുറിച്ചാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. ഇപ്പം ഈ പ്രത്യക്ഷമായ ഒരു ഭീകരാക്രമണം ഒന്നും ഇതിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏജന്റ് ഓപ്പറേഷൻ ഇതിനകത്ത് സാധ്യമാണോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനകത്ത് ഒരു തരത്തിലും നമ്മൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് അട്ടിമറി അല്ല എന്ന്. പക്ഷേ ഒരു തരത്തിലും അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് സർക്കാരും കരുതുന്നുണ്ടാവില്ല, ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാവാം, സർക്കാർ അങ്ങനെ തന്നെ പറയട്ടെ. പക്ഷേ അതല്ല ഇതിനകത്തെല്ലാം. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകത്ത് ഈ ഭൂഗോളത്തിൽ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നവർക്ക് ആർക്കും തന്നെ അവരുടെ ക്ലബിലേക്ക് മറ്റൊരു രാജ്യം, അത് പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യം, ഒരു പൗരസ്ത്യ രാജ്യം ചെന്ന് കയറുന്നത് അവർക്ക് തീരെ സഹിക്കാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കാനുമുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് അറിഞ്ഞോ അറിയാതെയോ ഗൂഢാലോചനയാണ് അല്ല എന്നൊക്കെ വരാം. എങ്കിലും ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ ദുരന്തവും ഓരോ പരീക്ഷണ ഘട്ടവും നമ്മൾ ആ തരത്തിലൂടെ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബ്ലാക്ക് ബോക്സ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ ഇതിന് ശേഷം തീർച്ചയായിട്ടും ഈ ഉദ്ദേശം ഈ ഒരു ബ്ലാക്ക് ബോക്സിൻ്റെ പരിശോധന എത്ര സമയത്തിനുള്ളിൽ നമുക്കറിയാൻ പറ്റും? ഇല്ല, എനിക്ക് തോന്നുന്നത് അത് ഒരു 24 hours കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വിടുക. കാരണം ഈ ബ്ലാക്ക് ബോക്സ് ഔദ്യോഗികമായ വിവരങ്ങൾ, ഇതിൻ്റെ റിട്രീവൽ ഉണ്ട്, അനാലിസിസ് ഉണ്ട്, ഇത് സംബന്ധിച്ച് ചർച്ചകളും ഒക്കെ എക്സ്പേർട്സുമായിട്ട് നടത്തിയിട്ട് വളരെ ക്രോഡീകരിച്ച ഒരു അഭിപ്രായമായിരിക്കും പബ്ലിക് കൺസംഷന് വേണ്ടിയിട്ട് വിടുക. പക്ഷേ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ അവർക്ക് ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു വളരെ പരിചയസമ്പന്നനായ ഒരു ഡോക്ടർക്ക് ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ തന്നെ അയാൾക്കറിയാം അത് എന്തുകൊണ്ടാണ് ഡെത്ത് റീസൺ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണിത്. പക്ഷേ ഇവർക്ക് ഒരുപക്ഷെ ഈ ക്രോഡീകരിച്ച വിവരങ്ങൾ പുറത്തുവിടാൻ സമയമെടുത്തേക്കാം. ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് മാത്രമല്ല, ഇപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് ആക്സിഡൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബ്യൂറോ തന്നെയുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം അന്വേഷണം വളരെ ശുഷ്കാന്തിയോടുകൂടി വളരെ പ്രൊഫഷണലായിട്ട് നടക്കും. നമ്മളിതിൻ്റെ സത്യം തിരിച്ചറിയും. പക്ഷേ അതോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യം നേരിടുന്ന ഭീഷണികൾ ചെറുതല്ല. അകത്തു നിന്നും പുറത്തു നിന്നും ഒരു അപകടം, ആ അപകടം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ അപകടമാണോ അതോ സ്വാഭാവികമായി ഉണ്ടായ അപകടമാണോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ ഒരു അപകടം സംഭവിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മരിക്കുമ്പോൾ, ഇതിനെതിരെ സ്മൈലി ഇട്ടും ഇമോജി ഇട്ടും വൃത്തികെട്ട കമൻ്റ് ഇട്ടും ആഘോഷിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തികളെ, മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തികളെ ശിക്ഷിക്കുകയും കൂടെ ചെയ്യാതെ, അവർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കാതെ മുമ്പോട്ട് പോകാൻ ഈ രാജ്യത്തിന് പറ്റില്ല. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കൂടുതൽ അപ്ഡേറ്റ്സുമായി തത്വമായി വീണ്ടും അടുത്ത ബുള്ളറ്റിനിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമസ്തേ.